എല്ലാ പ്രിയ പ്രേക്ഷകർക്കും ആകാശഗംഗയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് 12 രാശികളിൽ അവസാനത്തെ രാശിയായ മീനൻ രാശിക്കാരുടെ ആഗസ്റ്റ് മാസത്തെ സമ്പൂർണ്ണ ഫലത്തെക്കുറിച്ചാണ്. പൂരുരുട്ടാതിയുടെ അവസാനത്തെ കാൽഭാഗം, ഉത്രട്ടാതി, രേവതി എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവരാണ് മീനൻ രാശിയിൽ വരുന്നത്. ഈ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്ക് ആഗസ്റ്റ് മാസം എന്തെല്ലാം മാറ്റങ്ങളായിരിക്കും കൊണ്ടുവരുന്നത്? ജന്മശനിയൊക്കെ തുടരുന്ന ഈ സമയത്ത് ഈ മാസത്തെ ഗ്രഹമാറ്റങ്ങൾ നിങ്ങൾക്ക് അനുകൂലമാണോ അതോ പ്രതികൂലമാണോ? നിങ്ങളുടെ സാമ്പത്തികം, അതുപോലെ തൊഴിൽ, കുടുംബം, ആരോഗ്യം, വിദ്യാഭ്യാസം എന്നീ മേഖലകളിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നെല്ലാം ഈ വീഡിയോയിൽ വിശദമായി പറയുന്നുണ്ട്. വീഡിയോ മുഴുവനായും കാണാൻ ശ്രമിക്കുക. വീഡിയോയുടെ അവസാനം ഈ മാസം ചെയ്യേണ്ട പരിഹാര മാർഗത്തെപ്പറ്റിയും പറയുന്നുണ്ട്. ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത്. ആദ്യം തന്നെ ഈ മാസത്തെ ഗ്രഹങ്ങളുടെ അവസ്ഥ എന്താണെന്നൊന്ന് പരിശോധിക്കാം. ശനി നിങ്ങളുടെ ജന്മരാശിയായ മീനൻ രാശിയിൽ തന്നെ തുടരുന്നു. ജന്മശനി കാലഘട്ടമാണ്. സൂര്യൻ ആഗസ്റ്റ് 16 വരെ 5-ാം ഭാവമായ കർക്കിടകത്തിലും അതിനുശേഷം 6-ാം ഭാവമായ ചിങ്ങൻ രാശിയിലൂടെയും സഞ്ചരിക്കുന്നു. ചൊവ്വ 4-ാം ഭാവമായ മിഥുനൻ രാശിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ബുധൻ മാസത്തിൻ്റെ ആരംഭത്തിൽ മിഥുനൻ രാശിയിലും ആഗസ്റ്റ് 5-ാം തീയതി 5-ാം ഭാവമായ കർക്കിടകത്തിലേക്കും ആഗസ്റ്റ് 22-ന് 6-ാം ഭാവമായ ചിങ്ങത്തിലേക്കും രാശി മാറുന്നുണ്ട്. ശുക്രൻ 7-ാം ഭാവമായ കന്നിരാശിയിൽ നീചസ്ഥാനത്താണ് നിൽക്കുന്നത്. രാഹു 12-ാം ഭാവമായ കുംഭത്തിലും കേതു 6-ാം ഭാവമായ ചിങ്ങത്തിലുമാണ് സ്ഥിതി ചെയ്യുന്നത്. ഈ ഗ്രഹസ്ഥിതി പരിശോധിക്കുമ്പോൾ മാസത്തിൻ്റെ ആദ്യ പകുതിയേക്കാൾ 2-ാം പകുതിയാണ് മീനൻ രാശിക്കാർക്ക് കൂടുതൽ ആശ്വാസവും നേട്ടങ്ങളും ഒക്കെ ഉണ്ടാക്കാൻ പോകുന്നത്. പ്രത്യേകിച്ച് ആഗസ്റ്റ് 16-ന് സൂര്യൻ 6-ാം ഭാവത്തിലേക്ക് മാറുന്നതോടെ നിങ്ങളുടെ തടസ്സങ്ങൾ ഓരോന്നോരോന്നായി നീങ്ങി തുടങ്ങുന്നതുമാണ്. ഇനി നമുക്ക് ഓരോ മേഖലയായിട്ട് നോക്കാം. ഏറ്റവും പ്രധാനപ്പെട്ട മേഖലയായ തൊഴിൽ, കരിയർ എന്നിവ എങ്ങനെയുണ്ടെന്ന് നോക്കിയാൽ ജന്മശനിയൊക്കെ നിലനിൽക്കുന്ന സമയമാണ്. അതിനാൽ ജോലിസ്ഥലത്ത് അല്പം ജോലിഭാരവും മാനസിക സമ്മർദ്ദവും ഒക്കെ ഒരു സ്വാഭാവികമാണ്. എങ്കിലും ആഗസ്റ്റ് 16 വരെയുള്ള സമയത്ത് 5-ാം ഭാവത്തിലെ സൂര്യൻ്റെയൊക്കെ സ്ഥിതി കാരണം തീരുമാനങ്ങളൊക്കെ എടുക്കുന്നതിൽ ചെറിയ ആശയക്കുഴപ്പങ്ങളൊക്കെ ഉണ്ടാകാം. ആഗസ്റ്റ് 16-ന് ശേഷം സൂര്യൻ 6-ാം ഭാവത്തിൽ സ്വന്തം ക്ഷേത്രമായ ചിങ്ങൻ രാശിയിൽ എത്തുന്നതോടെ സ്ഥിതിഗതികളൊക്കെ പൂർണ്ണമായും മാറുന്നതാണ്. ശത്രുദോഷങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ ശത്രുദോഷങ്ങളൊക്കെ അവസാനിക്കുന്നതാണ്. മേലധികാരികളിൽ നിന്ന് പ്രശംസയൊക്കെ ലഭിക്കുന്ന സമയമാണ്. അതുപോലെ പ്രമോഷനൊക്കെ വഴിയൊരുങ്ങുന്നതും ഈ ആഗസ്റ്റ് 16-നൊക്കെ ശേഷമായിരിക്കും. ജോലിയിൽ നിങ്ങൾക്ക് കൂടുതൽ ഒരു ഈസി ആയിട്ട് തോന്നുന്ന ഒരു സമയം ആഗസ്റ്റ് 16-ന് ശേഷമാണ്. ഇനി ബിസിനസ്സുകാർ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് നോക്കാം. ശുക്രൻ 7-ാം ഭാവത്തിൽ നീചസ്ഥിതിയിലൊക്കെ നിൽക്കുന്നതിനാൽ പാർട്ട്ണർഷിപ്പ് ബിസിനസ്സൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ അല്പം ശ്രദ്ധയൊക്കെ വേണം. പാർട്ട്ണറുമായിട്ട് അനാവശ്യ തർക്കങ്ങളിലൊന്നും നിൽക്കരുത്. പുതിയ കരാറുകളിലൊക്കെ ഒപ്പിടുമ്പോൾ രേഖകളൊക്കെ കൃത്യമായിട്ട് വായിച്ചൊക്കെ മനസ്സിലാക്കി വേണം ഒപ്പിടാൻ. 12-ാം ഭാവത്തിൽ രാഹുവൊക്കെ നിൽക്കുന്നത് വിദേശത്തൊക്കെ ജോലി നോക്കുന്നവർക്ക് മാസത്തിൻ്റെ അവസാനമാകുന്നതോടെ അനുകൂലമായ വാർത്തകളൊക്കെ പ്രതീക്ഷിക്കാവുന്നതാണ്. മാസത്തിൻ്റെ അവസാനം 6-ാം ഭാവത്തിലേക്കൊക്കെ ബുധനും എത്തുന്നതോടെ നിങ്ങളുടെ ബുദ്ധിശക്തിയും പ്രവർത്തനക്ഷമതയും ഒക്കെ വർദ്ധിക്കുന്നതാണ്. IT, ബാങ്കിങ്, അതുപോലെ അഡ്വക്കേറ്റ്, അധ്യാപന മേഖലയിലൊക്കെ ഉള്ളവർക്ക് ഈ സമയത്ത് നല്ലൊരു നേട്ടങ്ങളൊക്കെ ലഭിക്കുന്ന സമയം കൂടിയാണ്. ഇനി മീനൻ രാശിക്കാരുടെ സാമ്പത്തിക സ്ഥിതി എങ്ങനെയുണ്ടെന്ന് നോക്കാം. ആഗസ്റ്റ് മാസത്തിൽ ധനപരമായി സമ്മിശ്ര ഫലങ്ങളാണ് പ്രതീക്ഷിക്കേണ്ടത്. 4-ാം ഭാവത്തിൽ ചൊവ്വ നിൽക്കുന്നതിനാൽ വീടിൻ്റെയൊക്കെ അറ്റകുറ്റപ്പണികൾക്കോ അല്ലെങ്കിൽ വാഹനങ്ങൾക്കോ ഒക്കെ വേണ്ടി പ്രതീക്ഷിക്കാത്ത ചിലവുകളൊക്കെ വന്നേക്കാം. അതുപോലെ 12-ാം ഭാവത്തിലാണ് രാഹു നിൽക്കുന്നത്. അത് അനാവശ്യമായ ധനച്ചിലവുകളൊക്കെ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. ബഡ്ജറ്റൊക്കെ തയ്യാറാക്കി മാത്രം പണം ചിലവഴിക്കാനൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ്. ആഗസ്റ്റ് എന്തെങ്കിലും കടമൊക്കെ ഉള്ളവരാണെങ്കിൽ ആഗസ്റ്റ് 16-നൊക്കെ ശേഷം അത് വീട്ടുന്നതിനുള്ള അവസരങ്ങളൊക്കെ ലഭിക്കുന്നതാണ്.
പണമിടപാടുകളിലൊക്കെ വിജയം നേടുന്നതാണ്. അതുപോലെ മുമ്പ് കിട്ടാക്കടമായിട്ടൊക്കെ കിടന്ന പണം ഈ ആഗസ്റ്റ് 16 ശേഷം തിരിച്ചു കിട്ടാനുള്ള സാധ്യതയുമുണ്ട്. ഓഹരി വിപണിയിലോ പുതിയ സംരംഭങ്ങളിലോ ഒക്കെ നിക്ഷേപങ്ങളൊക്കെ നടത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഇങ്ങനെ അഥവാ നിക്ഷേപങ്ങളൊക്കെ നടത്തുകയാണെങ്കിൽ ഓഗസ്റ്റ് 22 ശേഷമുള്ള സമയമായിരിക്കും അതിനായിട്ട് കൂടുതൽ നല്ലത്. ഇനി മീനൻ രാശിക്കാരുടെ കുടുംബജീവിതവും ദാമ്പത്യവും ഒക്കെ ഒന്ന് പരിശോധിക്കാം. ഈ മാസം കുടുംബകാര്യങ്ങളിൽ കൂടുതൽ ക്ഷമയൊക്കെ ആവശ്യമായ മാസമാണ്. 4-ാം ഭാവത്തിൽ ചൊവ്വ നിൽക്കുന്നത്, 7-ാം ഭാവത്തിൽ ശുക്രൻ നീചാവസ്ഥയിലൊക്കെ നിൽക്കുന്നത് നിങ്ങളുടെ കുടുംബത്തിലും ദാമ്പത്യത്തിലുമൊക്കെ ചെറിയ രീതിയിലുള്ള തർക്കങ്ങൾക്കൊക്കെ ഇടവരാൻ സാധ്യതയുണ്ട്. അതുപോലെ പങ്കാളിയുടെ ആരോഗ്യകാര്യത്തിലും ഒരു പ്രത്യേക ശ്രദ്ധ വേണം. ചെറിയ ചെറിയ സംസാരങ്ങൾ പോലും വഴി വലിയ വഴക്കുകളിലേക്കൊക്കെ മാറാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. വാക്കുകളൊക്കെ വളരെയധികം സൂക്ഷിച്ച് ഉപയോഗിക്കേണ്ടതുമാണ്. അതുപോലെ മാതാവിൻ്റെ ആരോഗ്യകാര്യത്തിലും അല്പം ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട്. ഈ പ്രണയമൊക്കെ ഉള്ളവർക്കാണെങ്കിൽ അനാവശ്യമായ തെറ്റിദ്ധാരണകളൊക്കെ വരാൻ സാധ്യതയുള്ളൊരു സമയമാണ്. വികാര വിചാരങ്ങൾക്കൊക്കെ അടിമപ്പെടാതെ സംയമനമൊക്കെ പാലിച്ച് മുന്നോട്ട് പോകേണ്ടതാണ്. ആഗസ്റ്റ് 16 ശേഷം കുടുംബത്തിലെ അന്തരീക്ഷമൊക്കെ സമാധാനപൂർണ്ണമാവുകയും മുടങ്ങിപ്പോയ പല മംഗളകാര്യങ്ങൾക്ക് തുടക്കം കുറിക്കാൻ സാധിക്കുകയും ചെയ്യുന്നതാണ്. ഇനി വിദ്യാർത്ഥികളുടെ കാര്യം നോക്കാം. വിദ്യാർത്ഥികൾക്ക് ആഗസ്റ്റ് 5 വരെയുള്ള സമയം അല്പം ശ്രദ്ധക്കുറവൊക്കെ അനുഭവപ്പെടാമെങ്കിലും ആഗസ്റ്റ് 5 ബുധൻ കർക്കിടകൻ രാശിയിലേക്കൊക്കെ മാറുമ്പോൾ പഠനത്തിൽ മികച്ച പുരോഗതിയൊക്കെ ഉണ്ടാകുന്നതാണ്. മത്സര പരീക്ഷകൾക്കൊക്കെ തയ്യാറെടുക്കുന്നവർക്ക് ആഗസ്റ്റ് 16 ശേഷമുള്ള സമയം വളരെ മികച്ച വിജയങ്ങളൊക്കെ നൽകുന്നതുമാണ്. ഇനി ആരോഗ്യകാര്യം എങ്ങനെയുണ്ടെന്ന് നോക്കാം. ജന്മശനിയുടെയൊക്കെ കാലഘട്ടമായതിനാൽ ശരീരത്തിന് ചെറിയ തളർച്ചയോ ഉദരസംബന്ധമായ അസുഖങ്ങളോ ഒക്കെ വരാൻ സാധ്യതയുണ്ട്. രക്തസമ്മർദ്ദം, അസിഡിറ്റിയൊക്കെ പ്രശ്നമുള്ളവരെ ഭക്ഷണക്രമത്തിലൊക്കെ അല്പം ശ്രദ്ധിക്കേണ്ടതാണ്. ആഗസ്റ്റ് 16 മുതൽ ആരോഗ്യം ഗണ്യമായിട്ടൊക്കെ മെച്ചപ്പെടുന്നതാണ്. ദിവസവും യോഗയോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള വ്യായാമമോ ഒക്കെ ശീലമാക്കുന്നത് വളരെയധികം നന്നായിരിക്കും. ഇനി മീനൻ രാശിക്കാർ ഈ മാസം അനുഷ്ഠിക്കേണ്ട ലളിതമായ പരിഹാര മാർഗ്ഗങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ജന്മശനി ഒക്കെ നിൽക്കുന്നതിനാൽ ശനിയാഴ്ചകളിൽ ശാസ്താക്ഷേത്രത്തിൽ നീരാഞ്ജനം വഴിപാടൊക്കെ കഴിക്കുക. അതുപോലെ ശനിയാഴ്ചകളിൽ ശിവക്ഷേത്ര ദർശനം നടത്തുന്നതും വളരെയധികം നല്ലതാണ്. വിഷ്ണു സഹസ്രനാമം നിത്യവും ജപിക്കുന്നത് ജന്മശനിയുടെയൊക്കെ കാഠിന്യവും കുറയ്ക്കുന്നതുമാണ്. അതുപോലെ ചൊവ്വ 4-ാം ഭാവത്തിലാണ് നിൽക്കുന്നത്. 4-ാം ഭാവത്തിൽ നിന്നുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാതിരിക്കാൻ ചൊവ്വാഴ്ചകളിൽ സുബ്രഹ്മണ്യ സ്വാമിക്ക് എന്തെങ്കിലും കഴിയുന്ന വഴിപാടുകളൊക്കെ ചെയ്യുക. അതുപോലെ ദിവസവും രാവിലെ സൂര്യനമസ്കാരം ചെയ്യുകയോ ഓം സൂര്യായ നമ എന്ന് ജപിക്കുകയോ ചെയ്യുന്നത് നന്നായിരിക്കും. അതുപോലെ 12-ാം ഭാവത്തിൽ നിൽക്കുന്ന രാഹുവിൻ്റെ ദോഷമില്ലാതാക്കാൻ സർപ്പക്ഷേത്രത്തിൽ കഴിയുന്ന വഴിപാടുകളൊക്കെ ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് വീഡിയോ ഷെയർ ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.